അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ വരുന്നൊരു അതിഥിയെ കാണുന്നില്ലായിരുന്നു. അതിഥിയല്ല, നമ്മുടെ ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നോക്കാൻ ഇവിടെ വരുന്നില്ല. ഞാൻ എപ്പോഴും ഇറങ്ങുമ്പോൾ വിളിക്കും, വരാറേ ഇല്ല. അല്ലെങ്കിൽ കഥ തുറക്കുമ്പോഴൊക്കെ വിശക്കുമ്പോഴെങ്കിലും ഓടി വരുന്നതാണ്. ഇപ്പോൾ വരുന്നേ ഇല്ലായിരുന്നു. അപ്പം കുറച്ച് ദിവസമായിട്ട് കാണാണ്ടായി. പക്ഷെ ഇപ്പോൾ വന്നു, ഫുഡ് കഴിക്കുക, കരഞ്ഞുകൊണ്ട് വന്നു. വേറെ ആരും, നമ്മുടെ മേരിക്കുട്ടിയാണ്, നമ്മുടെ പൂച്ച. അപ്പോൾ അവൾ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ചോറ് കൊടുക്കണം, പാവം. ബാഗും കൊണ്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ സമ്മതിക്കുന്നില്ല, കാരണം ഭയങ്കര കരച്ചിൽ. കുറച്ച് ദിവസമായിട്ടുള്ള അങ്ങോട്ട് കാണാനേ ഇല്ലായിരുന്നു. ഞാൻ കുറേ നോക്കലുണ്ട്. അപ്പോൾ ഞാൻ ഇർഫാനോട് ചോദിക്കലുണ്ട്, ഇവിടെ ഇങ്ങോട്ട് കാണാനേ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ എന്നും എന്താ പറയുക, ഇറങ്ങുന്ന സമയത്ത് നോക്കലുണ്ട്, രാവിലെയും വൈകിട്ടും ഒക്കെ. പക്ഷേ പുള്ളിക്കാരത്തോടെ കാണാനേ ഇല്ല. അപ്പോൾ ഞാൻ ചോറ് എടുത്തിട്ടുണ്ട്, ഞാൻ അത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഇത്രയൊന്നും കഴിക്കത്തൊന്നുമില്ല. ആദ്യമൊക്കെ നല്ലപോലെ കഴിക്കാറുണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കുറവാണ്, തീരെ കുറവാണ്. ആദ്യം ചെറുതായിട്ടും തൊട്ട് നോക്കും, പിന്നെ അങ്ങ് മാറും. ഇവൾ ഇടയ്ക്ക് വെച്ച് പ്രഗ്നൻ്റ് ആയ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുന്നത്തെ വീഡിയോക്കകത്ത്. അപ്പോൾ കുട്ടികളൊക്കെ ചത്തുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളെല്ലാം ചത്തുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം വീണ്ടും ഒറ്റയ്ക്ക് തന്നെയാണ് പുള്ളിക്കാരി. ഇഷ്ടമായോ? ഇഷ്ടമായി. അപ്പം എന്നാൽ അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. വെയിലൊക്കെ അടിച്ച് കണ്ണൊന്നും കാണുന്നില്ല. കാലിൻ്റെ താഴെ വന്ന് ഇപ്പുണ്ട്, ഒരാൾ കാണുന്നുണ്ടോ? ഇതുണ്ട്, ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാണ്. പറ്റാ.